നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വിലക്കയറ്റം എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ വലയ്ക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിൽ തന്നെയാണ് സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത്. എന്നാൽ പ്രധാനമായും അരിവില, അതിൽ തന്നെയാണ് ഒരു സ്ഥിരത കൈവരിക്കേണ്ടത്. അരിവില ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ തന്നെ വിപണിയിലെത്തിയേക്കും. ഇതിൻ്റെ ഭാഗമായി കിലോയ്ക്ക് നിശ്ചിത തുക മാത്രം നൽകിയാൽ മതിയാകും. 25 രൂപ നിരക്കിൽ ഭാരത് റൈസ് വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു വലിയ നടപടി എന്ന നിലയിലാണ് ഈ തീരുമാനം നടത്തിയിരിക്കുന്നതെന്നാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഭാരത് ആട്ട എന്ന പേരിൽ ഗോതമ്പ് മാവ്, ഭാരത് ദാൽ എന്ന പയർവർഗ്ഗങ്ങൾ എന്നിവ വളരെ വിജയകരമായി നടപ്പിലാക്കിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ്, അതിന് ചുവട് പിടിച്ചാണ് ഈ പുതിയ നീക്കവും. ഗോതമ്പ് മാവ് കിലോഗ്രാമിന് 27 രൂപ 50 പൈസ നിരക്കിലും ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പിന് കിലോഗ്രാം 60 രൂപ നിരക്കിലുമാണ് സർക്കാർ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. 2000-ലധികം വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിറ്റഴിക്കുന്നത്. ഭാരത് റൈസും ഇതേ മാതൃകയിൽ വിറ്റഴിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന നാഫെഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ കൂടാതെ സർക്കാർ ഏജൻസികൾ വഴിയും മൊബൈൽ വാനുകൾ വഴിയും ഭാരത് അരി ലഭ്യമാക്കാനുള്ളൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾക്ക് കാര്യമായ തോതിൽ വില വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെയാണ് ഭാരത് റൈസ് എന്ന പുതു ആശയത്തിലേക്ക് വളരെ വേഗത്തിൽ കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത്. ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് 43 രൂപയ്ക്ക് മുകളിലാണ്. മുൻ വർഷത്തെ വിലയിലേക്കാൾ 14% വർധനവ് ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അരിയാണ് മുഖ്യ ഭക്ഷ്യവിഭവം. ഇവിടെ 60 രൂപയ്ക്ക് മുകളിൽ പോലും അരിയുടെ വില വർദ്ധിക്കുന്നത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിനുള്ള കോപ്പുകൂട്ടൽ BJP നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഭാരത് അരി സംബന്ധിച്ച തീരുമാനവും ഉണ്ടായേക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനായി കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.